എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. തനിക്ക് എന്താ വേണ്ടത്? അന്നാ കത്ത് നിന്നും ഫോട്ടോ ഒട്ടിച്ചൊന്നും ഞാനല്ല, കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ല, ഞാൻ ശരിയെ തന്നെ ധരിച്ചിരിക്കുന്നത്. വഴി തടഞ്ഞു നിർത്തി നാണം കെടുത്താനാ ഭാവം? അയ്യോ, അതൊന്നുമല്ല. കുട്ടി ഏട്ടന്മാരോട് പറഞ്ഞ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കണം. താനല്ലേ പറഞ്ഞു എന്നെ പഠിപ്പിക്കുമെന്ന്? ഞാൻ പഠിച്ചു തീരട്ടെ. കുട്ടി എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, ഞാൻ കേൾക്കാൻ തയ്യാറാ. എനിക്കെന്റെ ജോലിയാ വലുത്. വലിയ ആള് നടിക്കുമ്പോ ആലോചിക്കണമായിരുന്നു ജീവിക്കാൻ വേറെ മാർഗമില്ലാന്ന്. ഇനി എന്റെ പുറകെ ജോലി കൂലിന്നും പറഞ്ഞ് നടന്നാല് ചെരുപ്പുണ്ട് കാലില്, സൂക്ഷിച്ചോ. മടി കാലിലെ ചെരുപ്പ് കൊണ്ട് നീ എന്ത് ചെയ്യും? നിന്റെ കെട്ടിലമ്മ ഭാവമുണ്ടല്ലോ, അത് നിന്റെ തറവാട്ടിലെ അടുക്കള പെണ്ണുങ്ങൾ എടുത്ത് കാണിച്ചാൽ മതി, എന്റെ അടുത്ത് വേണ്ട. മര്യാദയ്ക്ക് സംസാരിക്കണം. ശിവശങ്കര, ഇറങ്ങി വാടാ, ഇറങ്ങി വരാൻ. ശിവശങ്കര പോണ്ട, ഗുരുക്കളാണ്, അഭ്യാസിയാണ്, മേവഴുക്കുള്ള ആളുമാണ്. ഇങ്ങോട്ട് വാടാ. വേണ്ട മോനെ ശിവശങ്കര, ചേട്ടൻ മിണ്ടാരി, എന്ത് ചെയ്യുന്ന നോക്കാലോ. നടക്കണ കാവുമ്പാട്ടേക്ക്. എന്തിനാ? സദ്യ ഉണ്ണാൻ. നീ കാവുമ്പാട്ട കുഞ്ഞിനെ തല്ലും അല്ലേടാ? ആ, തല്ലും. എടാ, ഈ പെരുവണ്ണാപുരത്ത് ആരും ഇന്നേ വരെ കാവുമ്പാട്ടുകാരുടെ മുന്നിൽ വന്ന് നിന്നിട്ടില്ല. ഇപ്പൊ എവിടെന്നോ വന്ന് കയറിയ നീ കുഞ്ഞിനെ തല്ലി അല്ലേടാ? മര്യാദക്ക് കാവുമ്പാട്ട് വന്ന് കുഞ്ഞിനോട് മാപ്പ് പറയടാ. നടക്കില്ല ഗുരുക്കളെ, കാവുമ്പാട്ട പെണ്ണ് തല്ലി മേടിച്ചെങ്കിലേ അതതിന്റെ സ്വഭാവം ശരിയല്ല. ഞെട്ടാ, കാവുമ്പാട്ട കുട്ടിയുടെ സ്വഭാവം ശരിയല്ലെങ്കിൽ നന്നാക്കാൻ നീ ആരടാ? കുട്ടിക്ക് പുഴ കൊടുത്തവനോ? എന്താ ഞാൻ പുടവ കൊടുത്താള് വാങ്ങില്ലേ? ഇവിടുന്ന് തെണ്ടിത്തിരിഞ്ഞു വന്ന ചെറ്റെ ആ കുട്ടിയുടെ ചെരുപ്പഴിക്കാനുള്ള യോഗ്യത. കാവുമ്പാട്ട കെട്ടിലമ്മയുടെ വലിപ്പമൊന്നും ഞാൻ പറയണ്ട. അവിടത്തെ എച്ചിലൊന്ന് കൊഴുത്ത തനിക്ക് അവള് മഹാറാണിയായിരിക്കും. ഈ ശിവശങ്കരൻ അവളൊരു ചുക്കുമല്ലോ. വേണ്ടി വന്ന അവളുടെ കഴുത്തിലൊരു താലി കെട്ടി അവളെ കൊണ്ട് ഈ ശിവശങ്കരൻ പെരുവണ്ണാപുരത്ത് പോവൂ. മനസ്സിലായോ? എന്ത് പറഞ്ഞാൽ നീ പറയടാ, വേണമെന്ന് വെച്ചാ ഒന്നുകൂടി കേട്ടോ. ഈ പെരുവണ്ണാപുരത്തുകാരെ മുഴുവൻ കേൾക്കാൻ വേണ്ടി പറയുക. കാവുമ്പാട്ട കുറുപ്പന്മാരുടെ പുന്നാര പെങ്ങൾ കുഞ്ഞുലക്ഷ്മിയെ ഇന്നേക്ക് 15 തികയുന്ന ദിവസം ഈ ശിവശങ്കരൻ കെട്ടിയിരിക്കും. ചെന്ന് പറ തമ്പരാക്കന്മാരോട്. അംഗം കുറിച്ച പടനായകനെ പോലെ ശിവശങ്കരൻ എന്ന ഈ ചെറുപ്പക്കാരൻ ഇനി ഞങ്ങൾ ദേശക്കാരുടെ വീരപുരുഷനാണ്. ഇതാ പെരുവണ്ണാപുരത്ത് വിശേഷങ്ങളുടെ കേളികൊട്ട് തുടങ്ങുകയായി. ഒരു സ്പെഷ്യൽ ചായ എടുക്കട്ടെ, ഒരു പഴം എടുക്കട്ടെ. ഒന്നുപോലെ കൈങ്ങതാ കലക്കി കലക്കിന്ന് പറഞ്ഞാ പോലെ കലക്കി. കുറുപ്പന്മാരുടെ അണ്ടാസ് പൊട്ടുന്ന പണിയാണോ മോനെ നീ ചെയ്തത്? നീ ഇത്രയും ധൈര്യശാലിയാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. അതിന്റെ ഒരു സൂചന പോലും നീ എനിക്ക് തന്നില്ലല്ലോടാ ശിവശങ്കര. നിന്നെ എന്തൊക്കെയോ ചെയ്യണമെന്ന് തോന്നാൻ ഉമ്മ തരട്ടെ. എനിക്കും തോന്നുന്നുണ്ട് ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെയാ പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നറിയില്ല. ഒരു പ്രശ്നവുമില്ല പുണ്യനായരെ. ഈ പെരുവണ്ണാപുരം മുഴുവൻ ശിവശങ്കരന്റെ പിന്നിലുണ്ട്. ഈ വിവാഹം നമ്മൾ നടത്തിക്കും. ആ കുറുപ്പന്മാരുടെ ഇടപാട് തീർക്കാൻ പറ്റുമോ നോക്കണമല്ലോ, അല്ലേ BJP? അതെ, ജില്ലാ കമ്മിറ്റിയുമായി ആലോചിക്കാതെ തന്നെ ഈ വിവാഹത്തിന് സർവ്വ പിന്തുണയും പ്രഖ്യാപിച്ചു കൊള്ളുന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രക്ഷോഭത്തിന്റെ നാളുകളായിരിക്കും. എന്താ വീര അതിന്റെ ഒക്കെ അർത്ഥം? അണ്ടരിപ്പാടികൾക്കൊക്കെ എന്തും പറയാനായോ? അതെ, അങ്ങനെ കൂട്ടിയാ മതി. വിവരമില്ലാത്തൊരു ചെക്കൻ എന്തോ പറഞ്ഞു. ബുദ്ധിമോശം അല്ലാതെന്താ? ഇതിപ്പോ ഒരു നാണക്കേടാവുമല്ലോ. പുറത്തിറങ്ങാൻ പറ്റാണ്ടാക്കി പിടിച്ചു കെട്ടി 4 കൊടുത്തിട്ട് നാട് കടത്തുക വേണ്ട അധിക പ്രസംഗേ. നിങ്ങൾക്കപ്പൊ എന്ത് പറ്റി ഗുരുക്കളെ? ജീവനോടെ വേണമെന്ന് കുറിപ്പൊരു വാക്ക് പറഞ്ഞുകൊണ്ടാ, ഇല്ലെങ്കിൽ ശവം വീണേനെ. ഗുരുക്കൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീണിട്ട് 4 പേര് ചേർന്ന് പൊക്കി എഴുന്നേൽപ്പിച്ചു എന്നാ ഞാൻ കേട്ടത്. ഇങ്ങ് വരട്ടെ, കെട്ടാ മാലയും കൊണ്ട് കഴുത്ത് നീട്ടി കൊടുക്കാൻ ഞാൻ. മോശകോടൻ തച്ചോളിയോതെന്റെ ചേലിക്കല്ലേ പറഞ്ഞത് കെട്ടിക്കൊണ്ട് പോകുന്നു. മീനാക്ഷി, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഒതന്നെ വേണമെന്ന് കുട്ടി തന്നെയല്ലേ പറഞ്ഞത്. നീ എന്റെ ഇത് മേടിക്കും. ഏട്ടന്മാർ അയാളെ വെറുതെ വിടുമെന്ന് തോന്നില്ല. അവന്റെ അഹങ്കാരം ഇന്നത്തോടെ തീരും. കുഞ്ഞുലക്ഷ്മി ആരാണെന്ന് അവൻ അറിഞ്ഞോളൂ. വല്യേട്ടൻ എന്തെങ്കിലും ഒന്ന് പറയേ. അവൻ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. ചന്തക്കുട്ടിക്കുറുപ്പ് എന്തിനാ പാവം? കുറുപ്പിന്റെ കൈ ആ ചെക്കന്റെ പുറത്ത് വീണ അവൻ അവിടെ വീണ് ചാവും. ആ പാപം കൂടി വെറുതെ തലയിലേറ്റണോ എന്നും പറഞ്ഞ് നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ അടിയോടി പറയുന്നത്? അങ്ങനെ കാവുംപാട്ടുകാർ ശീലിച്ചിട്ടില്ല. വേണ്ട, കൈയും കെട്ടി നോക്കി നിൽക്കണ്ട. കുറുപ്പ് തന്നെ പറഞ്ഞില്ലേ തറവാടിന്റെ കാര്യം. എന്താ കാവുംപാട്ടിന്റെ പാരമ്പര്യം? മുതുമുത്തച്ഛന്മാരുടെ കാലം തൊട്ട് എന്താ ചെയ്തിട്ടുള്ളത്? ഒരുത്തൻ വെല്ലുവിളി നടത്തിയാൽ അത് സ്വീകരിക്കുക. അടിയോടി എന്താ പറഞ്ഞുകൊണ്ട് വരുന്നത്? ഇപ്പൊ അവൻ എന്താ ചെയ്തത്? 15 നാളുകൊണ്ട് ഇവിടത്തെ കുട്ടിയെ കെട്ടുവന്നു. നടക്കണ കാര്യമാണോ അത്? ഉശിരുണ്ടെങ്കിൽ അവൻ നടത്തട്ടെ. ഇല്ലെങ്കിൽ 16-ാം നാൾ രാവിലെ ചന്തക്കുട്ടിക്കുറുപ്പ് പറഞ്ഞതുപോലെ അവനെ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവരിക. പിന്നെ എന്താ വേണ്ട വെച്ചാൽ നമുക്ക് തീരുമാനിച്ച് ചെയ്യാം. അല്ലാതെ ചാടിക്കയറി നമ്മള്
അടിയോടി പറഞ്ഞാലും കാര്യമുണ്ട്. അവൻ എന്ത് ചെയ്യുമോ നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പൊ കയറി എന്തെങ്കിലും ചെയ്താല് അത് കൂടുതൽ വഷളാകുകയുള്ളൂ. അതെ, അതാ അതിന്റെ ശരി. അതുകൊണ്ട് അവൻ ഈ നാട്ടിൽ തന്നെ കഴിയട്ടെ എന്നാ. കഴിയാൻ നമ്മുടെ പീഡിയ മുറിയിൽ അനുവദിക്കണ്ട, അവിടുന്ന് അവനെ ഇറക്കാം. അത് ശരിയാ. ഗുരുക്കളെ, നിങ്ങൾ എന്ന് അവന്റെ സാധനങ്ങളൊക്കെ പുറത്തിട്ട് മുറി കൂട്ടിക്കോളൂ. മുറി പൂട്ടാന്ന് വെച്ചാൽ അവന്റെ മുറി ഇവിടെ ഒറ്റയ്ക്ക് പോവാൻ പേടിയുണ്ടോ? എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തിനാ നിക്കണേ? അവന്റെ മുറി എന്നാ പോടാ. കുരുക്കളെ, ക്രമസമാധാനം തകർക്കരുത്. സമാധാനമെങ്കിൽ സമാധാനം, അക്രമമെങ്കിൽ അക്രമം. അയ്യോ, വേണ്ട കുരുക്ക. എടുത്തോണ്ട് പോകണല്ല. കാവുംപാട്ടുകാർ ഇറക്കി വിട്ടെന്ന് പറഞ്ഞ് നീ പെരുവഴിയിൽ നിന്ന് നിൽക്കണ്ട. ശിവശങ്കരൻ എന്റെ കുടിയിൽ താമസിക്കും. എടോ കുരുക്കളെ, ഇയാള് പോയി നാല് കുറുക്കന്മാരോട് പറഞ്ഞേക്ക് ഇവനെ തല്ലാനും കൊല്ലാനും ഇനി ഇങ്ങോട്ട് അന്വേഷിച്ച് വരണ്ട, മാധവമ്മയുടെ കുടിയിലേക്ക് വരാൻ. പോയി പറയടോ. അങ്ങനെ ഒന്ന് പോയാലോ? അതിനോട് വിട്ടേക്ക്. അതാ കാവുംപാട്ടത്തെ എച്ചു നിന്ന് പട്ടിയല്ലേ. നോക്കി നിൽക്കാതെ നടക്കും മാധവമ്മയുടെ വീട്ടിലേക്ക്. ഞാൻ ഇപ്പൊ ഒരു കത്തിനെ പറ്റി ചിന്തിച്ചേ ഉള്ളൂ. എവിടെ ചെന്നാലും ചക്കാത്തിന് മോന്തുന്ന കാര്യമല്ലേ നീ ചിന്തിക്കൂ. എനിക്കല്ല, ശിവശങ്കരന്. ഇവനല്ലേ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രസ്ഥാനം. ശിവശങ്കര, നീ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ കുഞ്ഞുലക്ഷ്മിയെ കെട്ടുന്നു, അതോ തമാശക്ക് അപ്പോഴത്തെ ഒരു മൂച്ചിന്? എന്താ ശിവശങ്കര ഒരു മൗനം? നീ ഞങ്ങളെ ചതിക്കുവോ? അയ്യോ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആയ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞ കാര്യമാ. കുഞ്ഞുലക്ഷ്മിയെ ഞാൻ കെട്ടും. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്. എന്താ, ജില്ലാ കമ്മിറ്റി പോണോ? ഡേ, മാന്യന്മാര് സംസാരിക്കുന്നതിൽ കയറി ഒരു തരം ചീപ്പ് വർത്താനം പറയരുത്. ഇതൊരു സീരിയസ് ആയ മീറ്റിംഗാ. ബിജെപി കാര്യം പറ. കുഞ്ഞലക്ഷ്മിയുടെ ഫോട്ടോ വെച്ച് അതിലൊരു മാല ഇട്ടുകൊണ്ട് കല്യാണാവോ? ആ കുട്ടിക്കൂടെ സമ്മതാവണ്ടേ? PCP പറഞ്ഞ് ശരിയാണല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ നടത്തും? നമ്മൾ വിചാരിച്ച എന്ത് നടക്കും? എന്ത് നടക്കും? നടക്കണം. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ചല്ലേ. കാവുംപാട്ട പഠിക്ക ചെല്ലുമ്പോ മുട്ടടിക്കുന്ന നീയൊക്കെയാണോടാ വീരവാദം പറയുന്നത്? അതൊക്കെ പണ്ട് മാധവമ്മേ. നിങ്ങൾ കണ്ടോ? ഇനി കാവുംപാട്ട കുറുക്കന്മാരുടെ മുട്ടടിക്കാൻ തുടങ്ങും. ഒരു വാക്ക് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ എത്തിയായിരിക്കല്ലേ. വല്യേട്ടനൊന്നും വേണ്ടാന്ന് പറഞ്ഞോണ്ടാ. ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മിണ്ടായിരുന്നാൽ നമ്മുടെ തറവാടിന്റെ അന്തസ് എന്താവും വലിയേട്ടാ? ഈ കേസ് എനിക്ക് വിട്ടു തരണം. അവനെ ഈ ഏരിയയിലും ഞാൻ ഓടിക്കാം. ഏട്ടന്മാർക്കൊന്നും പറയാനില്ലേ? ബാലൻ പറയുന്നത് ശരിയാ. സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് 4 പൊട്ടിക്കണോ ചേറ്റെ? വല്യേട്ടന് എനിക്കൊരു അനുവാദം തരണം. ആ ശിവശങ്കരന്റെ നട്ടല് ഞാൻ ഓടിക്കാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് മൂക്ക് തറയിൽ ഉറപ്പിച്ച് മാപ്പ് പറയിക്കാം. പറയൂ വല്യേട്ടാ, പറയൂ. എന്നാ താൻ എന്താന്നൊക്കെ ചെയ്യ്. പോയി വരട്ടെ കുഞ്ഞുലക്ഷ്മി. ആരാണ് ശിവശങ്കരൻ? ഞാനല്ലേ? ഇവിടെ ഇല്ലല്ലോ സാർ. ഇവിടെ ഇല്ലേ സാർ? ഇവിടെ ഇല്ല. നീ ആ ശിവശങ്കരനും കൂടെ ഇന്നലെ അങ്ങാടി കറങ്ങി നടക്കുന്ന റിപ്പോർട്ട് ഇട്ടില്ലോടാ? കള്ളമാണ് സാർ. ഇയാൾ ഇന്നലെ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പൊ നിനക്കറിയാം ശിവശങ്കരൻ എവിടെയാണെന്ന്? സത്യമായിട്ടും എനിക്കറിയില്ല സാർ. സാർ ഏത് ശിവശങ്കരന്റെ കാര്യം അന്വേഷിക്കുന്നത്? ഏതൊക്കെ ശിവശങ്കരനെ നിനക്കറിയാം? എനിക്ക് ഒരു ശിവശങ്കരനെ അറിയില്ല. ഏതാണ് സ്ത്രീ? ഇത് ഇവിടുത്തെ സ്ത്രീ. എല്ലാം ഇറങ്ങിക്കളി നായരെ. കുറ്റവാളികൾ ഒളിപ്പിച്ചു വെക്കുന്ന സെക്ഷൻ ഏത് വകുപ്പ് പ്രകാരമാണെങ്കിലും കുറ്റകരമാണെന്ന് അറിയാമല്ലോ. ശിവശങ്കരൻ എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഇതെന്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. PCP എന്താ പ്രശ്നം? ആ ശിവശങ്കരൻ. അതെ, ശിവശങ്കരൻ. ശിവശങ്കരൻ ഒന്ന് കിട്ടിയ അറസ്റ്റ് ചെയ്യാമായിരുന്നു. ജീപ്പുണ്ടേ? വാറന്റ് ഉണ്ടോ? വാറന്റ് ഇല്ല. വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. പറ്റില്ലല്ലോ. ഒന്ന് വരും. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. അട്ടപ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടിട്ടുണ്ടോ? അവിടെ നിന്ന് 45 കിലോമീറ്റർ ഉള്ളിലായിട്ട് അട്ടക്കുളം എന്നിട്ട് വേറൊരു സ്ഥലമുണ്ട്. നിറയെ അട്ടയാണ്. അവിടുത്തെ സ്റ്റേഷനില് നേരത്തെ ഉണ്ടായിരുന്ന SI എന്തോ ആന ചവിട്ടി ചത്തുന്നൊക്കെ കേട്ടു. പിന്നെ ഇതുവരെ പുതിയ നിയമനം നടന്നിട്ടില്ല. വളരെ സ്മാർട്ട് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ വേണമെന്നാണ് വകുപ്പ് തീരുമാനം. ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ കയ്യിലാണെന്ന് അറിയാലോ. ഞാൻ അടുത്ത ആഴ്ച ജില്ലാ കമ്മിറ്റിയിൽ സാറിന്റെ പേര് നിർദ്ദേശിച്ചാലോ എന്നാണ്. പാർട്ടിയിൽ എനിക്കുള്ള സ്വാധീനം അറിയാമല്ലോ. PCP ചതിക്കരുത് പ്ലീസ്. PCP ഇത്ര കാര്യമായിട്ട് പറയുമ്പോ ഞാൻ എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത് ശരിയാണോ? PCPയുടെ സ്വന്തം ആളാണ് ശിവശങ്കരനെങ്കിൽ പിന്നെ നോ പ്രോബ്ലം. ടേക്ക് ഇറ്റ് ഈസി. ഐ വിത്ഡ്രോ മൈ പ്രസ്റ്റീജ് ഇഷ്യൂ. ഓക്കെ. പിന്നെ ഞാൻ ചിന്തിച്ചപ്പോ എന്തിനാ വെറുതെ ഇവിടെ കയറി വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുമ്പോ പോലെ. അപ്പൊ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അവന്റെ കാര്യം വിട്ടിട്ട് നമ്മളിപ്പോ ആലോചിക്കേണ്ട കുഞ്ഞുലക്ഷ്മിയുടെ കാര്യമാണ്.
ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് അറിയുമ്പോ അവക്കൊരു ആലോചനയുമായിട്ട് വരാനിരിക്കുന്നവർക്ക് അത് വേണ്ടാന്ന് വെക്കാൻ തോന്നും. ഇനിയിപ്പൊ നമ്മൾ അങ്ങോട്ട് ആലോചനയായിട്ട് പോകാന്ന് പറയുന്നത് കുറച്ചില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞുലക്ഷ്മിയുടെ കല്യാണം നടത്തുകയാണ് വേണ്ടത്. ആരുടെയും കാലൊന്നും പിടിക്കാതെ നല്ല രീതിയിൽ അത് നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എനിക്കിപ്പോ അന്തസ്സുള്ള ഒരു ജോലിയുണ്ട്, വീട്ടിൽ പറയത്തക്ക പ്രാരബ്ധങ്ങളൊന്നുമില്ല. പിന്നെ കാവുമ്പാട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ സഹായിക്കേണ്ട കടമ എനിക്കുണ്ടല്ലോ. പോരാഞ്ഞതിന് കുഞ്ഞുലക്ഷ്മി എന്നെ പുറപ്പെടും. എനിക്ക് പൂർണ്ണ സമ്മതമാണ്.